നാടൻ പ്രേമം. എസ് കെ പൊറ്റക്കാട്. അധ്യായം 1. കോഴിക്കോട്ടെ സ്റ്റാർ ക്ലബ്ബിൽ രാത്രി 10 മണിക്ക് ഗംഭീരമായ ഒരു വിരുന്ന് സൽക്കാരം നടക്കുകയാണ്. ശീമമദ്യക്കുപ്പികളും മത്സ്യമാംസങ്ങൾ വിളമ്പിയ വലിയ പിഞ്ഞാണങ്ങളും കത്തിമുള്ള് കരണ്ടികളും നിരത്തിവച്ച വലിയൊരു മേശയ്ക്കു ചുറ്റും 2 ഡസൻ ചെറുപ്പക്കാർ കുടിച്ച് പിമ്പിരി പാടിക്കൊണ്ട് നൃത്തം വയ്ക്കുന്നു. ഇത്തരത്തിൽ അതികേമമായ ഒരു വിരുന്ന് നൽകിയ മിസ്റ്റർ രവീന്ദ്രനെ മുക്തകണ്ഠം സ്തുതിച്ചുകൊണ്ട് ഓരോരുത്തരും വായിൽ തോന്നിയത് പ്രസംഗരൂപേണ പുറത്തുവിട്ടതിനു ശേഷം ഉന്മാദാവസ്ഥയിലെത്തിയ ആനന്ദാട്ടഹാസങ്ങൾക്കും ഹസ്തഘോഷങ്ങൾക്കും ഇടയിൽ 2 വാക്ക് പറയുന്നതിനു വേണ്ടി മിസ്റ്റർ രവീന്ദ്രൻ എഴുന്നേറ്റു നിന്നു. മാന്യസ്നേഹിതരെ, ദീർഘകായനും സദാ മന്ദസ്മിതം തൂകുന്ന ഒരതികോമളനുമായ ആ യുവാവ് മദ്യലഹരി സ്പർശിക്കാത്ത ഒരു സ്വരത്തിൽ സംസാരിച്ചു. ഈ ചെറിയ വിരുന്ന് സൽക്കാരം നിങ്ങൾക്കേവർക്കും വലിയ ആനന്ദവും സംതൃപ്തിയും നൽകിയിട്ടുണ്ടെന്നറിയുന്നതിൽ ഞാൻ വളരെ കൃതാർത്ഥനായിരിക്കുന്നു. പക്ഷേ നാളെ രാവിലെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും അത്ഭുതകരമായ ഒരു പുതിയ വർത്തമാനം നൽകുവാൻ പോകുന്നുണ്ട്. അതെന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിവില്ലെങ്കിൽ നാളെ രാവിലെ വരെ കാത്തിരിപ്പാൻ ക്ഷമയുണ്ടായിരിക്കണം. ആ മദ്യലഹരി വിഹരിക്കുന്ന തലച്ചോറുകൾ ചിന്താനിമഗ്നങ്ങളായി. ഈ 2 ശിരസ്സുകൾ തമ്മിൽ ചേർന്ന് പിറുപിറുത്തു. എന്തായിരിക്കും ആ പുതിയ വർത്തമാനം? ക്ലബ്ബിലേക്ക് ഒരു വലിയ തുക സംഭാവന? അല്ല, രവിയുടെ വിവാഹമായിരിക്കുമോ? പലരും പല പ്രകാരത്തിൽ വ്യാഖ്യാനിക്കുവാനും ഊഹിക്കുവാനും തുടങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ സ്റ്റാർ ക്ലബ്ബിലെ മേശപ്പുറത്ത് ക്ലബ്ബിലെ അംഗങ്ങൾക്ക് എന്ന മേൽവിലാസത്തോടുകൂടി ഒരു കത്ത് കിടന്നിരുന്നു. അവരത് പൊട്ടിച്ചു ഉത്കണ്ഠയോടുകൂടി വായിച്ചു. സ്നേഹിതന്മാരെ, ആ വർത്തമാനം ഇതാണ്. ഞാൻ 2 മാസക്കാലത്തേക്ക് ഒരു അജ്ഞാതവാസത്തിന് പോവുകയാണ്. കത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്കും ഞാൻ കോഴിക്കോട് പട്ടണം വിട്ടുകഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഗൂഢമായ വാസസ്ഥലം നിങ്ങൾക്കാർക്കെങ്കിലും കണ്ടുപിടിക്കുവാൻ കഴിയുമെങ്കിൽ അയാൾക്ക് എൻ്റെ പുതിയ മോറിസ് കാർ സമ്മാനം. ഗുഡ് ബൈ. ഈ വർത്തമാനം ക്ലബ്ബിലെ അംഗങ്ങളെ പരതന്ത്രരാക്കി തീർത്തു. സ്നേഹിതന്മാരുമായി നിത്യവും കുടിച്ചു കൂത്താടി നടക്കുന്ന ചെറുപ്പക്കാരനായ ഒരു ലക്ഷപ്രഭുവിന് ഒരജ്ഞാതവാസം എത്ര കണ്ട് സുഖപ്രദമാക്കുമെന്ന് കണ്ടു തന്നെ അറിയണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം തന്നെ മോറിസ് കാർ കിട്ടുവാൻ ഗൂഢമായി പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരും മനസ്സിലുറപ്പിക്കുകയും ചെയ്തു.